സഞ്ജുവിന് തോൽവിക്ക് പിന്നാലെ വൻ പിഴയും. IPLൽ സീസണിലെ ആദ്യ തോൽവി വഴങ്ങിയതിന് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണ് വൻതുക പിഴ ചുമത്തി BCCI. ഗുജറാത്ത് ജെയിൻസിനെതിരായ മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ രാജസ്ഥാൻ നായകനായ സഞ്ജുവിന് 12 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. സീസണിൽ ആദ്യമായാണ് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ സഞ്ജുവിന് പിഴശിക്ഷ ലഭിക്കുന്നത്. ആദ്യ പിഴവായതിനാലാണ് പിഴശിക്ഷ 12 ലക്ഷമായി പരിമിതപ്പെടുത്തിയെന്ന് IPL വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നിശ്ചിത സമയത്ത് ഒരു ഓവർ കുറച്ചാണ് രാജസ്ഥാൻ എറിഞ്ഞിരുന്നത്. കുൽദീപ് സെൻ എറിഞ്ഞ 19ാം ഓവറിൽ 2 വൈഡുകളും ഒരു നോബോളും എറിഞ്ഞതോടെ 9 പന്ത് എറിയേണ്ടി വന്നു. നിശ്ചിത സമയം തീരുന്നതിനു മുമ്പ് അവസാന ഓവർ തുടങ്ങിയിരുന്നുവെങ്കിൽ സഞ്ജുവിന് പിഴശിക്ഷയിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. നിശ്ചിത സമയത്ത് ഓവർ പൂർത്തീകരിക്കാത്തതിനാൽ അവസാന ഓവറിൽ 4 ഫീൽഡർമാരെ മാത്രമേ രാജസ്ഥാന് ബൗണ്ടറിയിൽ നിയോഗിക്കാനായുള്ളൂ. ഇതും ഗുജറാത്തിന്റെ വിജയത്തിൽ നിർണായകമായിരുന്നു. 19ാം ഓവർ എറിയുമ്പോൾ സഞ്ജുവും ടീമും ഡയറക്ടർ കുമാർ സംഘക്കാരെയും വേഗം ഓവർ പൂർത്തിയാക്കാൻ കുൽദീപ് സെന്നിനോട് ആവശ്യപ്പെടുകയായിരുന്നു. അവസാന ഓവറിൽ 4 ഫീൽഡർമാരെ ബൗണ്ടറിയിൽ നിർത്താനാവൂ എന്ന ഭീഷണി മറികടക്കാനായിരുന്നു ഇത്. എന്നാൽ കുൽദീപ് സെൻ വൈഡുകളും നോബോളുകളും എറിഞ്ഞതോടെ 19ാം ഓവർ തീരാൻ താമസിച്ചത് രാജസ്ഥാന് തിരിച്ചടിയായി. വൃദ്ധ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. സംഭവത്തിൽ ദുരൂഹത. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വയോധിക ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മല്ലപ്പള്ളി കൊച്ചരപ്പ് സ്വദേശി വർഗീസ്, ഭാര്യ അന്നമ്മ വർഗീസ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവെച്ച നിലയിലായിരുന്നു. തീപിടുത്തത്തിൽ വീടിന്റെ ജനൽ ചില്ലകൾ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. ജനലുകളും വീട്ടിലെ മറ്റു വസ്തുക്കളും കത്തി നശിച്ചിട്ടുണ്ട്. വർഗീസിന്റെ മൃതദേഹം പുറത്തെ കുളിമുറിയിലും അന്നമ്മയുടേത് വീടിനുള്ളിലുമാണ് കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. സംഭവം നടക്കുമ്പോൾ ഇരുവരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സ്ഫോടനം. ജീപ്പ് പൂർണ്ണമായും കത്തിയമർന്നു. കോഴിക്കോട് നാദാപുരം മുടവന്തേരിയിൽ ജീപ്പിൽ സൂക്ഷിച്ചിരുന്ന പടക്കം പൊട്ടിക്കുന്നതിനിടെ ജീപ്പിലേക്ക് തീ പടർന്ന സ്ഫോടനത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് LDF നാദാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുടവന്തേരിയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പടക്കം പൊട്ടിക്കുന്നതിനിടെ ജീപ്പിലേക്ക് തീ പടർന്ന് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. പുലർച്ചെ 1:30 റോഡിൽ വെച്ച് യുവാക്കൾ പടക്കം പൊട്ടിക്കുന്നതിനിടെയാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ പടക്കം സൂക്ഷിച്ചിരുന്നു. പടക്കം പൊട്ടിക്കുന്നതിനിടെ ജീപ്പിലേക്ക് തീ പടരുകയും സ്ഫോടനം ഉണ്ടാവുകയുമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ജീപ്പിന്റെ പല ഭാഗങ്ങളും മീറ്ററുകളോളം ദൂരത്ത് തെറിച്ചു വീണ നിലയിലാണ്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇവർ നാദാപുരം മുടവന്തേരി സ്വദേശികളാണ്. പരിക്കേറ്റവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവരുടെയും പരിക്ക് ഗുരുതരമല്ല. പൊതുസ്ഥലത്ത് റോഡിൽ വെച്ചാണ് യുവാക്കൾ പടക്കം പൊട്ടിച്ചത്. സംഭവത്തിൽ നാദാപുരം പോലീസ് 13 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് കേസ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്നും നാദാപുരം പോലീസ് അറിയിച്ചു. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. പുൽവാമയിലെ ഫ്രാസിപുരിയിലാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഏറ്റുമുട്ടലിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്ന് പുലർച്ചെയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. പുൽവാമയിലെ അർഷിപുരിയിലാണ് ഏറ്റുമുട്ടൽ ആദ്യം ആരംഭിച്ചത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാസേന പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായത്. പരിശോധന നടത്തുന്നതിനിടെ സുരക്ഷാസേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഉടൻ തന്നെ തിരിച്ചടിച്ചുവെന്നും പോലീസ് അറിയിച്ചു. സ്ഥലത്തേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. റിയാസ് മൗലവി വധക്കേസ് വിധി പറഞ്ഞ ജഡ്ജിയെ സ്ഥലം മാറ്റി. റിയാസ് മൗലവി വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് സ്ഥലം മാറ്റം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണനെ ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റത്തിന് വിധിയുമായി ബന്ധമില്ലെന്നാണ് സൂചന. 6 മാസം മുമ്പ് തന്നെ സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നുവെന്നും ഇതിന്റെ സ്വാഭാവിക നടപടി മാത്രമാണ് ഇതെന്നുമായിരുന്നു വിശദീകരണം. മദ്രസ അധ്യാപകനായ റിയാസ് മൗലവിയെ പള്ളിയിൽ കയറി RSS പ്രവർത്തകരായ 3 പേർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രതിപക്ഷം വിധി സർക്കാരിനെതിരെ ആയുധമാക്കി. പിന്നാലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്.